ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും നായ സുകുമാരൻ നായരെ സ്പർശിച്ചാൽ നായ അശുദ്ധമായി തീരും. സുകുമാരൻ നായരെ തൊട്ട് കഴിഞ്ഞാൽ നായ അശുദ്ധമായി തീരും. സതീശനൊന്നും ഈ വഴിക്ക് വന്നേക്കരുതെന്നാണ് പറഞ്ഞിരുന്നത്. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ അപ്പോയിൻമെൻറ്റ് ചോദിച്ച് ഇടയ്ക്ക് ഒരു വട്ടം റിജക്ട് ചെയ്ത് പിന്നെയും കൊടുക്കുക, എന്നിട്ട് എനിക്ക് കാണാൻ അവസരം തരുന്നില്ല എന്നും പറഞ്ഞിരുന്നു മൂങ്ങിക്കൊണ്ടിരിക്കുക. നായ മൂങ്ങുന്നതിനേക്കാളും മോശമായിട്ടാണ് ഈ നായർ മൂങ്ങിക്കൊണ്ടിരിക്കുന്നത്. പണിക്കരും നായരും കുറുപ്പും ഒക്കെ നായന്മാർ തന്നെയാണല്ലോ. അപ്പം സംഭവം താൻ നായരാണെങ്കിൽ ഞാനും നായരാണ് എന്ന് സത്യപ്രതിജ്ഞാവാചകത്തിലൂടെ സുകുമാരൻ നായരുടെ കരണത്തടിച്ചതാണ് ആ വാക്ക്. കേരളീയ സമൂഹം ഇതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ പാറശാലയിൽ ഒരു ലോ കോളേജ് ഉണ്ട്. ആ ലോ കോളേജിൽ രാവിലെ ബൈബിൾ വായനയുണ്ട്. പക്ഷെ അത്തരം ആചാരങ്ങളൊന്നും ഇവിടെ അടിച്ചേൽപ്പിക്കാറില്ല. ഒന്നുമില്ലാതെ വളരെ സെക്യുലറായിട്ട് പോകുന്നൊരു സംഘടനയാണ്. അവിടെ നായന്മാരെ ഒരു തുരുത്തിൽ കുരുക്കി കെട്ടിയിടുകയും പൊതുസമൂഹത്തിൽ നിന്ന് ഇവരെ അപഹാസ്യരാക്കുകയും ചെയ്യുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. നമസ്കാരം. NSSും അല്ലെങ്കിൽ ജി സുകുമാരൻ നായരും BJPയും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി വിലയുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉപരാഷ്ട്രപതിയൊക്കെ പരസ്യമായി തന്നെ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. നേരത്തെ മന്നം സമാധിയിൽ സന്ദർശനമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിവാദങ്ങളാണ് ഈ BJP നേതാക്കളെ ഇങ്ങനെ രംഗത്തെത്തിച്ചത്. നമുക്കറിയാം, ഇതിനു മുന്നും ജി സുകുമാരൻ നായർ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ മുഖ്യമന്ത്രി VD സതീശനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം അവഗണിച്ചതൊക്കെ വാർത്തയായിരുന്നു. CPMും കാര്യമായിട്ട് അദ്ദേഹത്തെ അടുപ്പിക്കുന്നില്ല. അപ്പം രാഷ്ട്രീയ കേരളത്തിലും ഒറ്റപ്പെടുന്നു. സത്യത്തിൽ NSSന്റെ അല്ലെങ്കിൽ സമുദായത്തിന്റെ തന്നെ ഒരു ആശയമാണോ സുകുമാരൻ നായർ പിന്തുടരുന്നത്? അല്ല, സത്യത്തിൽ സുകുമാരൻ നായരെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പം സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം സമുദായ താല്പര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സ്വന്തം വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും അതിനകത്ത് തന്നെ ഒരുതരം ലോകത്തോട് മുഴുവൻ ഒരുതരം പുച്ഛം, എല്ലാവരാലും അയിത്തം കൽപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. മന്നത്ത് പത്മനാഭനെ പോലെയുള്ള മഹാനായ ഒരു മനുഷ്യൻ സാമൂഹിക പരിഷ്കർത്താവ് എന്ന രീതിയിൽ സമുദായ താല്പര്യം നിർത്തിക്കൊണ്ടാണെങ്കിലും അങ്ങനെ സംഘടന ഉണ്ടാക്കുന്നത്. ആ സംഘടനയ്ക്ക് NDP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടി 74 തൊട്ട് 96 വരെ 22 വർഷം കേരളത്തിൽ പ്രവർത്തിച്ചതാണ്. പലതവണ അവർക്ക് MLA മാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ KGR കർത്ത അവരുടെ പ്രതിനിധിയായിട്ട് കരുണാകരൻ മന്ത്രിസഭയിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇന്നിപ്പം ഞാൻ കണ്ട എനിക്ക് ഏറ്റവും രസകരമായ ഒരു വാർത്ത ഞാൻ ശ്രദ്ധിച്ചത് മനോരമ ഓൺലൈനിൽ ഞാൻ വായിച്ചതാണ്. പാർട്ടികളോ ഇതൊന്നുമല്ല പ്രശ്നം, നായയാണ് പ്രശ്നം എന്ന്. NSSന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു നായയാണ്. നായ തന്നെയാണ് പ്രശ്നം, ഒരു സംശയമില്ല. പുള്ളി ഉദ്ദേശിച്ച നായ വേറെയാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന നായ വേറെയാണ്. ഇവിടെ നായന്മാരുടെ പ്രശ്നം ഒരു നായയാണ്. കാരണം ഇവിടെ പണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ നായകളോട് ഒരു അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു. നായ വന്ന അത് ഹറാമാണ്, അതിന് തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധമായി പോകും എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇന്ന് മുസ്ലിം കുടുംബങ്ങളിലെല്ലാം നായ വളർത്തുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും നായ സുകുമാരൻ നായരെ സ്പർശിച്ചാൽ നായ അശുദ്ധമായി തീരും. സുകുമാരൻ നായരെ തൊട്ട് കഴിഞ്ഞാൽ നായ അശുദ്ധമായി തീരും. കാരണം ഇങ്ങനൊരു മനുഷ്യനുണ്ടോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഇപ്പം VIP ഒക്കെ സന്ദർശിക്കുമ്പോൾ അവിടെ അതിൻ്റെ പ്രോട്ടോക്കോളുണ്ട്. അവർ സ്നിഫർ ഡോഗ്സിനെ കൊണ്ടുവരും, ഒക്കെ നോക്കും, എല്ലായിടത്തും പരിശോധിക്കുകയൊക്കെ ചെയ്യും. അത് രാജ്ഘട്ടിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ അമ്പലങ്ങളിലാണെന്നുണ്ടെങ്കിലും സുവർണക്ഷേത്രത്തിലാണെങ്കിലും ഒക്കെ ഡോഗ് സ്ക്വാഡിൻ്റെ ഭാഗമായിട്ട് നായയെ ഉപയോഗിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. വേണ്ട, അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ വരുന്നത് അല്ലെങ്കിൽ UK പ്രധാനമന്ത്രിയെ വരുന്നതെന്നുണ്ടെങ്കിൽ സുകുമാരൻ നായർ പൂവിട്ട് പൂജിക്കുമല്ലോ. കാരണം പുള്ളിക്ക് അവരുടെ കൂടെ ഒരു ദിവസം ഒന്ന് കഴിയാനുള്ള കുറച്ച് മണിക്കൂർ ചിലവഴിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഇയാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുറുമ്പ് പിടിച്ച രീതിയിലാണ് പോകുന്നത്. കുറുമ്പ് പിടിച്ച കുട്ടികളുടെ സ്വഭാവത്തിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഇപ്പം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മാരകങ്ങളിൽ ഇവിടെ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെയും ഡോഗ് സ്ക്വാഡ് ചെല്ലും. ബോംബ് സ്ക്വാഡിൻ്റെ ഭാഗമായിട്ട് ഇതിനെല്ലാം ഉപയോഗിക്കും. ഇതൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ടൊന്നും അശുദ്ധമായി തീരുന്നില്ല. ഈ നായയും കാക്കയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താ? കേരളം പുഴുത്തു നാറില്ലേ?
കാരണം ആൾക്കാർ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് വരെ റോഡിൻ്റെ സൈഡിലാണ് ഇടുന്നത്. ഈ തെരുവ് നായ്ക്കളാണ് ഇതെടുത്ത് തിന്നുന്നത്, അല്ലെങ്കിൽ കാക്കയാണ് ഈ ഉച്ചിഷ്ടങ്ങളെല്ലാം കഴിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുചീകരണ തൊഴിലാളികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സ്വച്ഛ ഭാരത് സങ്കല്പ പ്രകാരമൊക്കെയുള്ള നമ്മുടെ ശുദ്ധീകരണത്തിനകത്ത് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ശമ്പളം മേടിക്കാതെ ഈ നായകളും ഈ കാക്കകളുമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, മനുഷ്യനേക്കാൾ കൂടുതൽ. അപ്പം ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ CP രാധാകൃഷ്ണനും സുരേഷ് ഗോപിയും പോയപ്പോൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം, ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ആദ്യം കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത് സമദൂരം, അത് കഴിഞ്ഞിട്ട് ശരി ദൂരം, പിന്നെ ഓരോ സമയത്തും ആർക്കാ വോട്ട് ചെയ്യുന്നത് പറയില്ല, എന്നാലോ ഇയാൾക്ക് അനിഷ്ടമുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ അകറ്റി നിർത്തിയിട്ട് ഒരു കൊനസ്റ്റ് വർത്താനം പറയുന്ന രീതിയുണ്ട്. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നാരായണ പണിക്കരെ പോലെയുള്ള മഹാനായ മനുഷ്യനിരുന്നൊരു കസേരയാണ് നാരായണ പണിക്കർ. ഞാൻ മഞ്ചേരി NSS കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ PK നാരായണ പണിക്കരായിരുന്നു. ഞാൻ പണിക്കർ സാറിനെ നേരിട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്ന് അവിടെ പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് പണിക്കർ സാറിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കോളേജിൽ നിന്ന് പ്രതിനിധികൾ, അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധി സംഘം പോയി. കാരണം ക്യാമ്പസിന് ചുറ്റുമതിൽ വേണം, അങ്ങനെയുള്ള കുറേ ആവശ്യങ്ങൾ, നമ്മുടെ അവിടുത്തെ സൗകര്യങ്ങളൊന്ന് വിപുലീകരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി. എത്ര മാന്യമായിട്ടാണ് ആ മനുഷ്യൻ ഇടപെടുന്നത്. ആദ്യം ആതിഥേയത്വ മര്യാദ എന്നുള്ളത് പഠിക്കണ്ടേ? പിതൃദേവോ ഭവ, മാതൃദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്നാണ്. അപ്പോൾ അതിഥികളെ സ്വീകരിക്കാൻ ആദ്യം പഠിക്കണം. അതിഥികളെ അപമാനിക്കാതിരിക്കുക എന്നുള്ള സാമാന്യ മര്യാദയുണ്ട്. ഇങ്ങനെ പലരെ ആട്ടി ഓടിക്കുകയാണ്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും ആട്ടി ഓടിക്കുക. സതീശനൊന്നും ഈ വഴിക്ക് വന്നേക്കരുതെന്നാണ് പറഞ്ഞിരുന്നത്. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ അപ്പോയിൻമെൻറ്റ് ചോദിച്ച് ഇടയ്ക്ക് ഒരു വട്ടം റിജക്റ്റ് ചെയ്ത് പിന്നെയും കൊടുക്കുക, എന്നിട്ട് എനിക്ക് കാണാൻ അവസരം തരുന്നില്ല എന്നും പറഞ്ഞിരുന്നു മൂങ്ങിക്കൊണ്ടിരിക്കുക. നായ മൂങ്ങുന്നതിനേക്കാളും പിന്നെ മോശമായിട്ടാണ് ഈ നായർ മൂങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നായന്മാരല്ല ഇപ്പം വാല് മുറിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ സുകുമാരൻ നായർ കാരണം ഞങ്ങൾക്ക് നായരാന്നും പറഞ്ഞ് നടക്കാൻ നാണക്കടയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങേർക്കുണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങേരും പിന്നെ ആദ്യം നായർ ഈഴവ ഐക്യം എന്ന് പറഞ്ഞിട്ട് പുള്ളിയും വെള്ളാപ്പള്ളിയും കൂടി തുടങ്ങി. ആ വെള്ളാപ്പള്ളി ഇതിനേക്കാൾ വളവനാണ്. അപ്പോൾ രണ്ടും കൂടെ കൂടിയിട്ട് നായർ ഈഴവ ഐക്യം എന്ന് പറഞ്ഞു. കേരളം അങ്ങ് അട്ടിമറിച്ച് കളയാമെന്നാണ് കരുതിയത്. അത് കഴിഞ്ഞപ്പം നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞിട്ട് ആയി. ഇത് കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും കൂടെ രണ്ട് വഴിക്കായി, തല്ലുകൂടി പിരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ഈ അടുത്ത കാലത്ത് വീണ്ടും ഒന്ന് യോജിച്ചു. ഇപ്പോൾ അവർ രണ്ടും കൂടി ഇന്ന് പിന്നെ കൈ കൊടുത്തു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കാൻ മാത്രം പറ്റുന്ന ശക്തികളാണ് തങ്ങളെന്നും, തങ്ങൾക്ക് കേരളീയ സമൂഹത്തിൽ ഭയങ്കര സ്വാധീനമുണ്ടെന്നും, വലിയ വോട്ട് ബാങ്കിനെ തങ്ങൾക്ക് പിന്നെ തങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ള തോന്നലിലാണ് രണ്ടും കൂടെ കൂടിയത്. ആ സമയത്ത് വെള്ളാപ്പള്ളിക്ക് കേന്ദ്രം പിടിച്ചിട്ട് പത്മഭൂഷൺ കൊടുത്തു. ഇപ്പോൾ പുള്ളിക്കുള്ള പ്രശ്നം CP രാധാകൃഷ്ണൻ BJPയുടെ നോമിനിയാണ്. സുരേഷ് ഗോപിയോടും CP രാധാകൃഷ്ണനോടും ഒക്കെ പുള്ളിക്കുള്ള പ്രശ്നം, നിങ്ങളൊന്നും എനിക്കൊരു പത്മഭൂഷൺ തന്നില്ലല്ലോ. പുള്ളിക്ക് പത്മഭൂഷൺ കൊടുത്തപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും ഇനി പത്മം ഇല്ലെങ്കിൽ എന്തെങ്കിലും കുന്തം കൊടുക്കണ്ടേ, എന്തെങ്കിലും ഒരു പിന്നെ സമ്മാനം കൊടുക്കണ്ടേ. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ കുട്ടികളുടെ മത്സരം, ചെറിയ കുഞ്ഞുങ്ങളുടെ മത്സരങ്ങൾ നമ്മൾ നടത്തുമ്പം നമ്മൾ എത്ര പേര് 10 പേര് പങ്കെടുത്താലും ഫസ്റ്റും സെക്കൻഡും തേർഡും കൊടുത്തു കഴിഞ്ഞാലും ബാക്കിയുള്ളവർ പങ്കെടുത്തവർക്ക് മുഴുവൻ നമ്മളൊരു സോപ്പ് പൊട്ടിയെങ്കിലും സമ്മാനം കൊടുക്കരുത്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വിഷമമാവരുത് കരുതിയിട്ട്. ഇതാണ് പ്രശ്നം. ഇത് കേന്ദ്രം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. കാരണം വെള്ളാപ്പള്ളിക്ക് കൊടുക്കുമ്പോൾ സംഭവം അവർ ഭയങ്കര പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ഇതിനകത്ത് എടുത്തത്. രണ്ടിനെയും കൂടെ രണ്ട് വഴിക്കാക്കുക എന്നുള്ളതാണ്. രണ്ടും തമ്മിൽ ഇതിൻ്റെ പേരിൽ ഈഗോ ഉണ്ടാവും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഇയാളുടെ സൈക്കോളജി അറിയാത്ത ഒരു മലയാളിയും ഇല്ല, ഒരു ഇന്ത്യക്കാരനും ഇല്ല, ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും ഇല്ല. CPM ഇയാളെ അടുപ്പിക്കാറില്ല, സുകുമാരൻ നായരെ അടുപ്പിക്കാൻ പോകാറില്ല CPM. ആകെ KN ബാലഗോപാലിൻ്റെ സഹോദരന് ഇയാളുമായിട്ടൊരു ബന്ധമുണ്ടെന്നേ ഉള്ളൂ, സൗഹൃദമുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ആരും അടുപ്പിക്കാൻ പോകാറില്ല. പിന്നെ ഗണേഷ് കുമാറിൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതും തെറ്റിപ്പോയിട്ടുണ്ട്. പുള്ളിയുടെ സൈക്കോളജി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ രണ്ടും കൂടി ഇങ്ങനെ ഇരിക്കുമ്പം ഒരാൾക്ക് എല്ലും കഷ്ണം ഇട്ടുകൊടുത്തു. അപ്പം മറ്റേത് ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് മുറുമുറുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഉണ്ടല്ലോ, ഒരു പട്ടിക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് അത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ പട്ടി ഇങ്ങനെ മുറുമുറുത്തുകൊണ്ടിരിക്കും. ഈ മുറുമുറുപ്പാണ് പുള്ളിക്ക് തുടങ്ങി വെച്ചത്. പിന്നെ ഇതിന് ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സതീശൻ BD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സതീശൻ മേനോൻ എന്ന് പറഞ്ഞത് തന്നെ മനഃപൂർവ്വമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതെന്താണെന്ന് വെച്ചാൽ അത് സുകുമാരൻ നായർക്കുള്ള ഇട്ടുള്ള കൊട്ട. മേനോനും പണിക്കരും നായരും കുറുപ്പും ഒക്കെ നായന്മാർ തന്നെയാണല്ലോ. അപ്പം സംഭവം താൻ നായരാണെങ്കിൽ ഞാനും നായരാണ് എന്ന് സത്യപ്രതിജ്ഞാവാചകത്തിലൂടെ സുകുമാരൻ നായരുടെ കരണത്തടിച്ചതാണ് ആ വാക്ക്. കേരളീയ സമൂഹം ഇതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പുള്ളി പിന്നെ സവർണകുല ജാതനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണെന്നുള്ളത്. അങ്ങനെയല്ല.
അത് സുകുമാരൻ നായർക്കുള്ള മറുപടിയാണ് കൃത്യമായിട്ടെന്നുള്ളത്. ഇതൊരു ഏകാധിപതിയുടെ സ്വഭാവം ഉണ്ടെന്നുള്ളത് പുള്ളിക്ക്. കാരണം പുള്ളി ഒരു തമ്പ്രാൻ കളിയുണ്ട്. ആ രാജഭരണത്തിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. ഇന്ന് രാജാക്കന്മാരുടെ രാജകുടുംബമാണെന്ന് തന്നെ പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പം മറ്റേ തിരുവനന്തപുരത്തെ മറ്റേ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അവിടെ നിധി പോലെ സ്വർണ്ണ കൂമ്പാരം ഉണ്ടാകുമ്പം അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അത് ഞങ്ങളുടെ മുതലാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രാജകുടുംബത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞപ്പോൾ അത് വി എസ് അച്യുതാനന്ദൻ അവിടുത്തെ അത് ഏത് രാജാവാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു രാജാവിൻ്റെ ആജ്ഞയ്ക്ക് അന്ന് 47 മുമ്പ്, ഇപ്പോൾ അതും പറഞ്ഞ ഈ വഴിക്ക് വരണ്ടെന്നാണ് പറഞ്ഞത്. അക്കാലത്താണ് ഇയാൾ വന്നിട്ട് ഈ NSS എന്ന് പറഞ്ഞ പ്രസ്ഥാനം എന്തിനു വേണ്ടിയിട്ടുള്ളായിരുന്നു? പിന്നെ അവരുടെ സമുദായക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന് അവർ നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. എൻ്റെ നാട് മലപ്പുറമാണ്. മലപ്പുറത്ത് മഞ്ചേരി ആണ്. മഞ്ചേരിയിൽ ഏകദേശം 80-70% പിന്നെ മുസ്ലിം ജനവിഭാഗമുള്ള സ്ഥലമാണ്. അവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച ഞാൻ അവിടെയാണ് പഠിച്ചത് 5 വർഷം. അതേപോലെ തന്നെ അവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ അവിടെയാണ് പഠിക്കുന്നത്. അങ്ങനെ പിന്നെ മലപ്പുറം ജില്ലയ്ക്കകത്തെ വിദ്യാഭ്യാസ, പ്രത്യേകിച്ചും ഈ പിന്നെ ഏറനാടൻ മേഖലയിലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നോക്കത്തിൽ പിന്നെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് NSS. NSSൻ്റെ സ്ഥാപനങ്ങളിൽ ബാക്കിയുള്ളതിനേക്കാൾ കുറച്ചുകൂടെ അവർ വേറെ ഒന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാറില്ല. അവരുടെ കാര്യങ്ങളോ ബാക്കിയുള്ളത് ഇപ്പം നമ്മുടെ പല ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പാറശാലയിൽ ഒരു പിന്നെ ലോ കോളേജ് ഉണ്ട്. ആ ലോ കോളേജിൽ രാവിലെ ബൈബിൾ വായനയുണ്ട്. പക്ഷെ അത്തരം ആചാരങ്ങളൊന്നും ഇവിടെ അടിച്ചേൽപ്പിക്കാറില്ല. ഒന്നുമില്ലാതെ വളരെ സെക്യുലറായിട്ട് പോകുന്നൊരു സംഘടനയാണ്. അവിടെ നായന്മാരെ ഒരു തുരുത്തിൽ കുരുക്കി കെട്ടിയിടുകയും പൊതുസമൂഹത്തിൽ നിന്ന് ഇവരെ അപഹാസ്യരാക്കുകയും ചെയ്യുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അങ്ങനെ തങ്ങളെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപഹാസ്യരാക്കുന്നതെന്ന ഒറ്റ കാരണം കൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ സമയത്തും ഇലക്ഷനകത്ത് എല്ലാ മുന്നണിയും ആഗ്രഹിക്കുന്നത് ദൈവമേ സുകുമാരൻ നായരെ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കല്ലേ എന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഇയാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജനം തിരിഞ്ഞു പോകും. അപ്പോൾ പുള്ളിയോട് അങ്ങോട്ട് പോയിട്ട് വേണമെങ്കിൽ യാചിക്കുന്നുണ്ടാവും, സാറേ ദയവ് ചെയ്ത് ദ്രോഹിക്കരുത്, പിന്തുണ പ്രഖ്യാപിക്കരുത്. മറ്റവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഇവർ വല്ല ഓഫറും കൊടുക്കും. അങ്ങനെയുണ്ട്. കാരണം മറ്റവർക്ക് എതിർ പാർട്ടി എതിർ മുന്നണിക്ക് ഇദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ച് കിട്ടിയാൽ മതി, ഈ മുന്നണി ജയിക്കും എന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സുകുമാരൻ നായരൊക്കെ കുറേ വർഷങ്ങളായിട്ട് ആ സ്ഥാനത്തിരിക്കുന്നുണ്ട്. അതായത് NSS ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ ഒരു മൂട്ട കയറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, CPM-ന് വേണ്ട, CPI-ക്ക് വേണ്ട, മുസ്ലിം ലീഗിൻ്റെ കാര്യം പിന്നെ വിട്ടുകളാ, പിന്നെ കോൺഗ്രസിന് ഇപ്പം വേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തി. ഏതോ 1-2 പേരൊക്കെ വിവരമില്ലാത്തൊരു പോയി എന്നല്ലാതെ ഇപ്പോൾ BJP-ക്കും വേണ്ട, ആർക്കും വേണ്ട. അതായത് കേരളത്തിനകത്തെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു എടുക്കാച്ചരക്കായിട്ട് സുകുമാരൻ നായർ മാറിക്കൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായ കാഴ്ച എന്നല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നയനമനോഹരമായ ഒരു കാഴ്ചയാണ്. ഞാനത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ.